Hello friends, Okinawa എന്ന കമ്പനിയുടെ OKI90 മാർച്ച് 24 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒറ്റ ചാർജിൽ 200 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് മുഖ്താർ, വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഗുരുഗ്രാം ആസ്ഥാനമായിട്ടുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഒക്കിനവ ഓട്ടോടെക് തങ്ങളുടെ 2022 ആദ്യ മോഡലായ OKI90 ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിച്ചു. റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 3.6 കിലോവാട്ട് ലിഥിയം ആൻഡ് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 200 കിലോമീറ്റർ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 160 കിലോമീറ്റർ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. OKI90 എടുത്തു പറയേണ്ട കാര്യം, ഈ വണ്ടിക്ക് ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3.2 കിലോവാട്ടിൻ്റെ മിഡ് ഡ്രൈവ് മോട്ടോറിൽ വരുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 90 km/h ആണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 80% ചാർജ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ മതി. പക്ഷേ 100% ചാർജ് ചെയ്യാൻ 4 മണിക്കൂറിൻ്റെ മുകളിൽ എന്തായാലും സമയം വേണം. ഒക്കിനോവ ബാറ്ററിയിൽ മാത്രമല്ല, എല്ലാം ലിഥിയം അയൺ ബാറ്ററിയിലും ചാർജ് ചെയ്യാൻ 80% മുകളിലേക്ക് ചാർജ് ചെയ്യാൻ അത്യാവശ്യം ടൈം ആവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി തരാം. OKI90 എടുത്തു പറയേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ്. ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറായ ഓലയുടെ 36 ലിറ്റർ റെക്കോർഡാണ് OKI90 മറികടന്നത്. 40 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ എടുത്തു പറയേണ്ട OKI90 കാര്യം ഈ വണ്ടിയുടെ ടയറുകളാണ്. സാധാരണ ബൈക്കുകൾക്ക് വരുന്ന ടയറുകളുടെ സൈസ് 17 ഇഞ്ച് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ വണ്ടിയുടെ ടയർ സൈസ് 16 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ അത്യാവശ്യം ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇതിൻ്റെ 2 മോഡുകളാണ് വരുന്നത്, എക്കോ മോഡ്, സ്പോർട്സ് മോഡ്. എക്കോ മോഡിൽ 45 km/h സ്പോർട്സ് മോഡിൽ 90 km/h ആണ് വരുന്നത്. എക്കോ മോഡിൽ സഞ്ചരിച്ചാലാണ് കമ്പനി അവകാശപ്പെടുന്നത് 200 കിലോമീറ്ററാണ്. ഏതൊരു വണ്ടിയുടെയും റേഞ്ച് നോക്കുന്നത് എക്കോ മോഡിലാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം 4 കളറാണ് വരുന്നത്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, റെഡ്. ഇങ്ങനെ 4 കളറാണ് വരുന്നത്. 110 കിലോ ഭാരം വരുന്ന ഇതിൻ്റെ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി 250 കിലോ ആണ് വരുന്നത്. ഞാൻ സാധാരണ എല്ലാ വണ്ടിയിലും പറയുന്നതാണ്, മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി 160, 140, 150 ഒക്കെ ആകുമ്പോൾ നമുക്ക് പുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പിറകിലേക്ക് നിൽക്കും. ഇവിടെ കമ്പനി 250 കിലോ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് ബൂട്ട് സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ LED ലൈറ്റാണ് മൊത്തത്തിൽ വരുന്നത്. OKI90 അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, മോഡ്സ് എന്നിവയാണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിമോട്ട് ലോക്ക്, ആൻറ്റി ലോക്ക്, ബ്ലൂടൂത്ത്, നേവിഗേഷൻ, മ്യൂസിക് പ്ലെയർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 വർഷമാണ് കമ്പനി മോട്ടോഴ്സിന് വാറൻറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 1,22,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലേക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്.